ഹലോ എവ്രി വൺ. കോർ സെൻറ്റർ ഓഫ് റിഗ്രസ് എക്സലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് സ്കൂൾ ഓഫ് ജോഗ്രഫിക്കൽ തോട്ടാണ്. ഓക്കെ, ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു രാജ്യവും അവിടുത്തെ ജോഗ്രഫേഴ്സും ജോഗ്രഫിയുടെ വളർച്ചയെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ജോഗ്രഫി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനകത്ത് കൊണ്ടുവന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മറ്റുള്ള രാജ്യങ്ങളെ പോലെ ഏറ്റവും ഇനിഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റേജിൽ തന്നെ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ബ്രിട്ടനിൽ ഡെവലപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല. ഒരു 19th or 20th സെഞ്ച്വറിയുടെ അവസാനത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ അതിനിടയ്ക്കാണ് ഈ UK ജോഗ്രഫിക്കൽ തോട്ട് എമേർജ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പം മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ പ്രാക്ടിക്കൽ ആൻഡ് ഇമ്പീരിക്കൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് ട്രഡീഷനാണ് ബ്രിട്ടനിലെ ജോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് യഥാർത്ഥത്തിൽ ഈ കൊളോണിയൽ എക്സ്പാൻഷനും അവിടുത്തെ എക്സ്പ്ലറേഷനും ദെൻ അഡ്മിനിസ്ട്രേഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളും ഒക്കെയാണ് ആ ഒരു രാജ്യത്തെ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഓക്കെ, അപ്പം മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ബ്രിട്ടനിലെ ജോഗ്രഫിയുടെ ഡെവലപ്മെൻറ്റ് ഏറെക്കുറയും അവിടുത്തെ കൊളോണിയൽ എക്സ്പാൻഷനുമായിട്ടും അതിൻ്റെ എക്സ്പ്ലോറേഷനുമായിട്ടും വളരെ അധികം കൊറിലേറ്റ് ചെയ്ത് കിടക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ജർമ്മൻ സ്കൂൾ ഓഫ് തോട്ട് വരെയുള്ള പല മേഖലകളെയും അപേക്ഷിച്ചുകൊണ്ട് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള വളരെ റീജിയണൽ സ്റ്റഡീസിനെയും ഫീൽഡ് ഒബ്സർവേഷനെയും ഒക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പാറ്റേൺ ആണ് യുണൈറ്റഡ് കിങ്ഡത്തിനകത്തുള്ള ജോഗ്രഫിയുടെ ഡെവലപ്മെൻറ്റിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വന്ന ആളുകൾക്കറിയാം, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് റോമൻ തൊട്ടാണ്. അതിനുശേഷം ഫ്രഞ്ച് വരെയുള്ള ജോഗ്രഫേഴ്സ് എങ്ങനെയൊക്കെയാണ് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിരുന്നത് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ നമുക്ക് കൃത്യമായിട്ടൊരു പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും. തുടക്കത്തിൽ ഒരു എൻവയോൺമെൻറ്റൽ ഡിറ്റർമിനിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് വളരെയധികം പ്രീഡൊമിനൻ്റ് ആയിട്ട് നിന്നിരുന്നത്. പിന്നെ കാലഘട്ടങ്ങൾ കഴിയും തോറും ഓരോ രാജ്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും അവിടുത്തെ ജോഗ്രഫേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും എൻവയോൺമെൻറ്റൽ ഡിറ്റർമിനിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്നും പതിയെ പോസിബിളിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് വരുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ ബ്രിട്ടനിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമ്മൾ കാണുന്നത് വളരെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഇമ്പീരിക്കൽ ആയിട്ടുള്ള ഫീൽഡ് സ്റ്റഡീസിനെ, ഫീൽഡ് ഒബ്സർവേഷനെ, മാപ്പിങ്ങിനെ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതായ വളരെ ശാസ്ത്രീയമായ ഒരു സബ്ജക്റ്റായിട്ടാണ് ജോഗ്രഫിയെ നമുക്ക് ആ മേഖലയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ആദ്യമായിട്ട് നോക്കുന്ന ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടനിൽ ജോഗ്രഫിയുടെ ഡെവലപ്മെൻറ്റിന് വളരെയധികം സഹായകരമായത് അവിടുത്തെ യൂണിവേഴ്സിറ്റീസിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഒരു 19ാം നൂറ്റാണ്ട് വരെ ജോഗ്രഫി എന്ന് പറയുന്നത് അവിടെയുള്ള ആളുകളെ സംബന്ധിച്ച്, ആ രാജ്യത്തിനെ സംബന്ധിച്ച് വളരെ ഡള്ളായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് കഠിനാധ്വാനം ആവശ്യമുള്ളതായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. സോ അതുകൊണ്ട് തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജോഗ്രഫി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ അവിടെ അവർ പഠിച്ചിരുന്നത്. അതായത് ഇപ്പം ഒരു റോട്ട് ലേണിംഗ് ഫോമാറ്റാണ്, പ്രത്യേകിച്ച് പ്ലേസസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രോഡക്ട്സ്, അങ്ങനെ ജനറൽ ആയിട്ടുള്ള വളരെ ബേസ് ആയിട്ടുള്ള നമുക്ക് വളരെയധികം മെമ്മറൈസ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് അവരവിടെ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റീസ് ജോഗ്രഫി ഡിഡ് നോട്ട് എക്സിസ്റ്റ് ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഡിസിപ്ലിൻ. ഓക്കെ, അപ്പം ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികളിൽ ജോഗ്രഫി എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസിപ്ലിൻ ആയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. മറിച്ച് ജിയോളജിസ്റ്റ് അല്ലെങ്കിൽ ജിയോളജിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആളുകളാണ് ഇതൊക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ജോഗ്രഫിയൊക്കെ തന്നെ ബ്രിട്ടനിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം അതിൽ ഒരു വലിയൊരു മാറ്റം വരുന്നത് പ്രധാനപ്പെട്ട അതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട ഒരു ജോഗ്രഫറാണ് മേരി സാമർവിൽ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അപ്പോൾ അവർ ഒരു സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ജോഗ്രഫറാണ്. ജോഗ്രഫിയുടെ ചരിത്രത്തിൽ വളരെ വിരലിൽ എണ്ണാവുന്ന വുമൺ സ്കോളേഴ്സാണ് ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആദ്യത്തെ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റും, ആദ്യത്തെ ഒരു വുമൺ സ്കോളറാണ്, ജോഗ്രഫറാണ് മേരി സാമർവിൽ എന്ന് പറയുന്നത്. ഷി റീഡ് വൈഡ്ലി ആൻഡ് മെയിൻറ്റെയിൻഡ് ഇന്റലക്ച്വൽ കറസ്പോണ്ടൻസ് വിത്ത് ലീഡിംഗ് സയൻറ്റിസ്റ്റ് ഓഫ് ഹെർ ടൈം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന വളരെ ഇൻ്റലക്ച്വൽ
പ്രൊഫഷണലായ ആളുകളുടെ അതേ പൊസിഷനിൽ നിൽക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ജോഗ്രഫിക്ക് നൽകിയ ഒരു വ്യക്തിയാണ് മേരി സാമർവിൽ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അവർ 1830 ഒരു സയൻറ്റിഫിക് ബുക്ക് എഴുതി തുടങ്ങിയിട്ടുണ്ടായി. ഫിസിക്കൽ ജോഗ്രഫി എന്നുള്ളതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഇതിൻ്റെ ഫസ്റ്റ് എഡിഷൻ 1948 പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ബുക്ക് ഓൾമോസ്റ്റ് ലാൻഡിൻ്റെ സർഫേസ് ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ഓഷ്യൻസ് ആൻഡ് അറ്റ്മോസ്ഫിയേഴ്സ്, പ്ലാന്റ് ആൻഡ് അനിമൽ ജോഗ്രഫി, ഹ്യൂമൻ ഇമ്പാക്റ്റ് ഓൺ എർത്ത് ഫിസിക്കൽ ഫീച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അവരുടെ ബുക്ക് കവർ ചെയ്യുന്നുണ്ട്. അപ്പം മേരി സാമർവിൽ എന്ന് പറയുന്നത് സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരു ജോഗ്രഫറാണ്. അവരൊരു വുമൺ സ്കോളറാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം എന്നോട് തന്നെ ഈ ക്ലാസ് എടുക്കുന്ന എന്നോട് തന്നെ ഒരു പ്രധാനപ്പെട്ട ജോഗ്രഫേഴ്സ്, ലേഡീസിൻ്റെ, വുമൻസിൻ്റെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും 1-2 ആളുകളെ മാത്രമേ അറിയൂ. അപ്പോൾ അതിനകത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മേരി സാമർവിൽ എന്ന് പറയുന്നത്. അപ്പം ഇവരുടെ നെയിം നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഇവരുടെ പുസ്തകമാണ് ഫിസിക്കൽ ജോഗ്രഫി. 1839 പബ്ലിഷ് ചെയ്യപ്പെട്ട പുസ്തകമാണ് ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്നത്. 1848 ഇത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഇതിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1839 ഈ പുസ്തകം ലാൻഡ് സർഫേസ് ഫീച്ചേഴ്സിനെ കുറിച്ചും ഓഷ്യൻസിനെ കുറിച്ചും അറ്റ്മോസ്ഫിയറിനെ കുറിച്ചും പ്ലാന്റ് ആൻഡ് അനിമൽസിനെ കുറിച്ചും അതുപോലെ തന്നെ ഒരു എർത്തിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സിൽ ഹ്യൂമൻ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ പുസ്തകത്തിൽ നിന്നും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഷീ റിവൈസ്ഡ് ദ ബുക്ക് കണ്ടിന്യൂസ്ലി ഇൻകോർപ്പറേറ്റിംഗ് ന്യൂ ഫൈൻഡിങ്സ് എന്നാണ് പറയുന്നത്. അപ്പം ഇവർ കേറ്റ് ജോൺസ്റ്റൻ്റെ ഫിസിക്കൽ അറ്റ്ലസ്, ബെർഗോസസിൻ്റെ അറ്റ്ലസ് ഇതിനെയൊക്കെ റെഫർ ചെയ്തുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടങ്ങൾക്കനുസരിച്ചും പുതിയതായിട്ടുള്ള മാറ്റങ്ങൾ അവരുടെ പുസ്തകത്തിൽ അവർ കൊണ്ടുവന്നിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇവരുടെ ഐഡിയാസൊക്കെ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഐഡിയാസ് ആയതുകൊണ്ട് ബ്രിട്ടനകത്ത് ആ ഒരു കാലഘട്ടത്തിൽ വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനൊന്നും ഇവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഇൻ്റലക്ച്വലി ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളോടൊപ്പം തന്നെ അതേ നിലവാരം പുലർത്തുന്നതായ ഒരു വ്യക്തിയായിരുന്നു മേരി സാമർവിൽ എന്ന് പറയുന്നത്. ആൻഡ് ജോർജ് പി മാർഷ് ഇവരിൽ നിന്നും വളരെയധികം ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിൽ he cited her observation on man's destructive use of earth എന്നുള്ളതാണ്. അപ്പം എർത്തിനെ മനുഷ്യൻ എങ്ങനെയാണ് നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രക്റ്റ് ചെയ്യാൻ പാകത്തിൽ എങ്ങനെയാണ് മനുഷ്യൻ അതുമായിട്ട് ഇടപഴകുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഇവരുടെ പേരിനെ മെൻഷൻ ചെയ്തുകൊണ്ട് ജോർജ് പി മാർഷ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ അടുത്ത രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ബ്രിട്ടീഷ് ജോഗ്രഫറാണ് ഫ്രാൻസിസ് ഗാൾട്ടൺ. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് ഹെറിഡിറ്റി എന്ന് പറയുന്ന വർക്കാണ്. ഇതിനകത്ത് വെതർ സയൻസ് ആൻഡ് കാർട്ടോഗ്രാഫിക് ഇനവേഷൻ ആണ് ഇതിനകത്ത് അവർ പ്രധാനമായിട്ടും നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ജോഗ്രഫിക്കകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. റോയൽ ജോഗ്രഫിക് സൊസൈറ്റി കൗൺസിലിൽ ഒരു മെമ്പറായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഒരു വെതർ മാപ്പ് 1861 ഫസ്റ്റ് ബ്രിട്ടീഷ് വെതർ മാപ്പ് പ്രിപ്പയർ ചെയ്ത വ്യക്തി ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ്. ഓക്കെ, അപ്പം അത് 80 സ്റ്റേഷൻസിനകത്തുള്ള ഡാറ്റയെ അനലൈസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു വെതർ മാപ്പ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ അതുപോലെ തന്നെ ഐസോബാർസിൻ്റെ യൂസും ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ്. ആൻഡ് റെക്കഗ്നൈസ് ദ നേച്ചർ ഓഫ് എയർ സർക്കുലേഷൻ അറൌണ്ട് ഹൈ പ്രഷർ സെൻറ്റേഴ്സ്. ഓക്കെ, ഹൈ പ്രഷർ സെൻറ്റേഴ്സിനകത്തുള്ള എയർ സർക്കുലേഷൻ്റെ നേച്ചറിനെ കുറിച്ചും ആദ്യമായിട്ട് ഇദ്ദേഹം റെക്കഗ്നൈസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് മേരി സാമർവിൽ ആണ്. ദെൻ രണ്ടാമതായിട്ട് മേരി സാമർവിൽ എന്ന് പറയുമ്പം ഒരു വുമൺ ജോഗ്രഫർ ആയിരുന്നു. ദെൻ രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചത് ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ്. ഫ്രാൻസിസ് ഗാൾട്ടൻ്റെ ഹെറിഡിറ്റി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വർക്കുണ്ട്. ഇതിനകത്ത് വെതർ സയൻസ് ആൻഡ് കാർട്ടോഗ്രാഫിക് ഇനോവേഷൻസ് ആണ് അദ്ദേഹം കാർട്ടോഗ്രാഫിക് ഇനോവേഷൻസിനെ കുറിച്ചാണ് അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം റോയൽ ജോഗ്രഫിക് സൊസൈറ്റി കൗൺസിലിൻ്റെ ഒരു മെമ്പർ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 3 കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, ആദ്യമായിട്ട് ബ്രിട്ടനിൽ ഒരു വെതർ മാപ്പ് ക്രിയേറ്റ് ചെയ്തത് ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ്. 1861 നോക്കണം, 80 സ്റ്റേഷൻസിൻ്റെ ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു വെതർ മാപ്പ് അന്ന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ദെൻ ഐസോബാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈക്വൽ എയർ പ്രഷർ ഉള്ള മേഖലകളെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന രേഖയാണ് ഐസോബാർ. അപ്പോൾ അതുപോലുള്ള സിമിലർ ആയിട്ടുള്ള, അപ്പം ഐസോ ഹൈറ്റ് എന്താണ്,
അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില ഐസോ ലൈൻസിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ഹൈറ്റ്, ഐസോറൈം, ഐസോബാത്ത് ഇങ്ങനെയുള്ള കുറേ ടേംസ് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ക്ലൈമറ്റോളജിയിൽ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമെങ്കിലും ബേസിക് ആയിട്ടുള്ള ചില ഐസോ ലൈൻസ് നമ്മൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ദെൻ അതേപോലെ തന്നെ ഹൈ പ്രഷർ സെൻറ്ററിലുള്ള സർക്കുലേഷൻ, എയർ സർക്കുലേഷൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചും ഫ്രാൻസിസ് ഗാൾട്ടൺ പഠനം നടത്തുകയുണ്ടായി എന്നുള്ളതാണ്. അതിന് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ആൻഡ് യൂണിവേഴ്സിറ്റി ഇൻ്റഗ്രേഷൻ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സാമർവില്ലയുടെയൊക്കെ ഒരു സമയത്ത് അല്ലെങ്കിൽ ഗാൾട്ടൻ്റെ ഒക്കെ ഒരു സമയത്ത് ഒരു ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികൾക്കകത്ത് ഒരു ജോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ സാമർവില്ലയെയും ഗാൾട്ടനെയും പോലുള്ള ആളുകൾ വളരെയധികം കോൺട്രിബ്യൂഷൻസ് ജോഗ്രഫിക്കകത്ത് കൊടുത്തു വന്നപ്പോഴാണ് ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ഒരു അറിവ് ആ സൊസൈറ്റിക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് റോയൽ ജോഗ്രഫിക്കൽ സൊസൈറ്റി എന്ത് ചെയ്തു? വളരെ വലിയ മാറ്റങ്ങൾ ഈ ഒരു കാലഘട്ടത്തിന് ശേഷം, ഈ സോമർവില്ലയുടെയും ഗാൾട്ടൻ്റെയും കോൺട്രിബ്യൂഷൻസിന് ശേഷം വളരെ വലിയ മാറ്റങ്ങൾ റോയൽ ജോഗ്രഫിക്കൽ സൊസൈറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതിലൊന്നാമത്തതാണ് 1884 ജോൺ സ്കോട്ട് കേറ്റ്ലൈറ്റ്, അതായത് റോയൽ ജോഗ്രഫിക് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന ജോൺ സ്കോട്ട് കേറ്റ്ലൈറ്റ് ഒരു സർവേ നടത്തുകയാണ്. ബ്രിട്ടീഷ് എഡ്യൂക്കേഷനകത്ത് ജോഗ്രഫിയുടെ നിലവാരം എന്താണ്, അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സർവേ നടത്തുകയും ഇതിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിനെ അപേക്ഷിച്ചുകൊണ്ട് ബ്രിട്ടനകത്ത് ജോഗ്രഫിക് പ്രൊഫസേഴ്സ് വളരെയധികം കുറവാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷ് ജോഗ്രഫേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ്. അതെങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നു എന്നുള്ളൊരു കാര്യമാണ്. 19 to 20 നൂറ്റാണ്ടിൻ്റെ ഇടയിലാണ് ജോഗ്രഫി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ബ്രിട്ടനകത്ത് ഡെവലപ്പായിട്ട് വരുന്നത്. അതിന് മുന്നേ വരെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റുകളോ ഒന്നും തന്നെ ജോഗ്രഫിക്ക് ബ്രിട്ടനിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ മേരി സാമർവില്ലും ഗാൾട്ടനെയും പോലെയുള്ള ആളുകൾ വളരെയധികം കോൺട്രിബ്യൂഷൻസ് ജോഗ്രഫിക്ക് നൽകുകയും അതിനെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയും ചെയ്തതോടുകൂടി അന്നത്തെ റോയൽ ജോഗ്രഫിക് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന ജോൺ സ്കോട്ട് കെൽറ്റി എന്ന് പറയുന്ന വ്യക്തി ഒരു സർവേ നടത്തുന്നു. ബ്രിട്ടീഷ് എഡ്യൂക്കേഷനകത്ത് ജോഗ്രഫിയുടെ സ്റ്റാറ്റസ് എന്താണ് എന്ന് അനലൈസ് ചെയ്യുന്നതിനുള്ള ഒരു സർവേയാണ് അദ്ദേഹം 1884 നടത്തിയത്. അപ്പോൾ ഈ സർവേയിലൂടെ അദ്ദേഹം മനസ്സിലാക്കുന്ന കാര്യം, മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിനെ അപേക്ഷിച്ചുകൊണ്ട് ബ്രിട്ടനകത്ത് ഈ ജോഗ്രഫിക് പ്രൊഫസേഴ്സ് വളരെയധികം കുറവാണ് എന്നുള്ളൊരു കാര്യം അദ്ദേഹം അനലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം 1886 ദ പ്രസിഡന്റ് ഓഫ് റോയൽ ജോഗ്രഫിക് സൊസൈറ്റി അർജഡ് ഓക്സ്ഫോർഡ് ആൻഡ് കാംബ്രിഡ്ജ് ടു ടേക്ക് കറക്റ്റീവ് സ്റ്റെപ്സ് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സർവേയുടെ അനാലിസിസ് വന്നതോടുകൂടി 1886 റോയൽ ജോഗ്രഫിക് സൊസൈറ്റിയുടെ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജ് എന്ന് പറയുന്ന അന്ന് കാലത്തെ ഏറ്റവും പ്രഗത്ഭമായ സർവകലാശാലകൾക്ക് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ മറികടക്കുന്നതിനാവശ്യമായിട്ടുള്ള, ഇതിനെ തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ കൈക്കൊള്ളണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകുകയാണ്. ഓക്കെ, അപ്പോൾ ഈ നിർദ്ദേശത്തിൻ്റെ അനന്തരഫലമായിട്ട് ആദ്യമായിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ 1887 ഹഫോൾഡ് ജെ മക്കിൻഡർ എന്ന് പറയുന്ന ഒരു ജോഗ്രഫറിനെ അവിടെ പ്രൊഫസറായിട്ട്, ഫസ്റ്റ് ടീച്ചറായിട്ട്, റീഡറായിട്ട് എന്ത് ചെയ്യുന്നു, അപ്പോയിൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ അതിനുശേഷം 1888 കേംബ്രിഡ്ജിലും ഇതുപോലെ തന്നെ ഒരു ജോഗ്രഫിക് ടീച്ചറിനെ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ അതിനുശേഷം നമ്പർ ഓഫ് ടീച്ചേഴ്സിനെ പല യൂണിവേഴ്സിറ്റികളും അപ്പോയിൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്ത ആളുകളുടെ പേരുകളാണ് ഹഫോൾഡ് ജോൺ ഹെർബർട്ട്സൺ, LW ലൈഡ്, CB ഫേവ്സെറ്റ്, ജോർജ് ഗുഡിയു കൈസ്ലം, പേഴ്സി എം റോക്സ്ബി, സിഡ്നി വില്യം വോൾഡ്രിഡ്ജ്, ഹെർബർട്ട് ജോൺ ഫ്ലൂയർ ആൻഡ് L ഡെഡ്ലി സ്റ്റാമ്പ് എന്ന് തുടങ്ങിയ ആളുകളെയൊക്കെ തന്നെ ഈ ഹഫോൾഡ് ജെ മക്കിൻഡറിന് ശേഷം എന്ത് ചെയ്യുന്നതാണ്, ഈ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട്, ടീച്ചറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം 19 to 20 നൂറ്റാണ്ട് വരെ യാതൊരു വിധത്തിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളൊന്നും ജോഗ്രഫിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ മേരി സാമർവില്ലിൻ്റെയും അതുപോലെ തന്നെ ഫ്രാൻസിസ് ഗാൾട്ടൻ്റെയും ഒക്കെ കോൺട്രിബ്യൂഷൻസോടുകൂടി റോയൽ ജോഗ്രഫിക് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ഒരു സർവേ നടത്തുകയാണ്.
ജോഗ്രഫിയുടെ നിലവാരം, സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് അനലൈസ് ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ റോയൽ ജോഗ്രഫിക് സൊസൈറ്റി കേംബ്രിഡ്ജിനും ഓക്സ്ഫോർഡിനുമൊക്കെ അനിവാര്യമായിട്ടുള്ള മാറ്റങ്ങൾ, കറക്റ്റീവ് സ്റ്റെപ്സ് എടുക്കണമെന്ന് നിർദ്ദേശം നൽകുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മെക്കിൻഡറിനെ ടീച്ചറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം 88-ൽ കേംബ്രിഡ്ജിലും ഒരു ജോഗ്രഫി ടീച്ചറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഓരോ യൂണിവേഴ്സിറ്റികൾക്കകത്തും ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റുകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്പെഷ്യലായിട്ടുള്ള ജോഗ്രഫി ടീച്ചേഴ്സിനെയും, ഈ ജിയോളജിസ്റ്റുകളും ഹിസ്റ്റോറിയൻസുമാണ് അതിന് മുന്നേ ജോഗ്രഫി പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതല്ലാതെ ജോഗ്രഫി ബേസായിട്ട് എടുത്തിട്ടുള്ള, അതിൽ റിസർച്ചുകൾ ധാരാളമായിട്ട് നടത്തിയിട്ടുള്ള, അതിനകത്ത് കുറേ കാഴ്ചപ്പാടുകൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ടീച്ചേഴ്സിനെ, വളരെ കേപ്പബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സിനെ അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. ഇത് വളരെ വലിയൊരു മാറ്റങ്ങൾക്ക് ബ്രിട്ടനിൽ കാരണമാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആ ഒരു കാലഘട്ടത്തിൽ പിന്നീട് വന്ന ജോഗ്രഫേഴ്സിനെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടനകത്ത് ജോഗ്രഫിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ജോഗ്രഫേഴ്സിനെയാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ മേരി സാമർവില്ലിനെയും ഫ്രാൻസിസ് ഗാൾട്ടനെയും ഒരിക്കലും മറക്കരുത്. അവരാണ് ബ്രിട്ടീഷ് ജോഗ്രഫിയുടെ ഒരു ബേസ് ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം വരുന്നൊരു വ്യക്തിയാണ് മെക്കിൻഡർ ഫൗണ്ടർ ഓഫ് ദ ബ്രിട്ടീഷ് സ്കൂൾ ഓഫ് ജോഗ്രഫി എന്ന് അറിയപ്പെടുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇദ്ദേഹം നാച്ചുറൽ സയൻസും ഹ്യൂമാനിറ്റീസും തമ്മിലുള്ള ഒരു ബ്രിഡ്ജാണ് ജോഗ്രഫി എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ ഹി എംഫസൈസ്ഡ് ദ സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ മാൻ, സൊസൈറ്റി ആൻഡ് ദ എൻവയോൺമെന്റ് ആസ് ദ കോർ ഓഫ് ജോഗ്രഫിക്കൽ എൻക്വയറി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം മനുഷ്യനും സൊസൈറ്റിയും എൻവയോൺമെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ആണ് ജോഗ്രഫിയുടെ കോർ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മെക്കിൻഡർ. അപ്പം ഫെഡറിക് റാറ്റ്സൽ മെക്കിൻഡറിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ 2 കാഴ്ചപ്പാടുകൾ. ഓക്കെ, അപ്പം റാറ്റ്സലിൻ്റെ 2 പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകൾ മെക്കിൻഡറിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ഒന്ന്, ആന്ത്രപ്പോ ജോഗ്രഫേഴ്സ് ആർ ദ ട്രൂ ജോഗ്രഫേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് മാനും എൻവയോൺമെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പഠിക്കുന്ന ആളുകളാണ് യഥാർത്ഥ ഭൂമിശാസ്ത്രകാരന്മാർ എന്നുള്ളൊരു അഭിപ്രായം റാറ്റ്സലിനുണ്ടായിരുന്നു. അത് മെക്കിൻഡർ വളരെയധികം അക്സെപ്റ്റ് ചെയ്തു. ദെൻ റിയൽ ജോഗ്രഫേഴ്സ് ആർ അഡ്വഞ്ചറസ്. ഹി സ്റ്റേറ്റഡ് ലിങ്കിങ് എക്സ്പ്ലറേഷൻ ആൻഡ് ജോഗ്രഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ്. അപ്പം ജോഗ്രഫേഴ്സ് എന്ന് പറയുന്നത് ഒരു അഡ്വഞ്ചറസ് ആയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ദാറ്റ് മീൻ ഒരു ഫീൽഡ് ഒബ്സർവേഷനും എക്സ്പ്ലറേഷനും നടത്തുന്ന ആളുകളാണ് ജോഗ്രഫേഴ്സ് ആയിട്ട് മാറുന്നത് എന്നുള്ളൊരു അഭിപ്രായവും റാറ്റ്സലിനുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 കോർ കോൺസെപ്റ്റിനും വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്തൊരു വ്യക്തിയാണ് മെക്കിൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം 1902 ഒരു ഹിസ്റ്റോറിക്കൽ ജോഗ്രഫിയിലേക്ക് തിരിയുകയും ആ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ അദ്ദേഹത്തിൻ്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ് ബ്രിട്ടൻ ആൻഡ് ദ ബ്രിട്ടീഷ് സീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോഗ്രഫിക്കൽ തിയറീസ്, ബ്രിട്ടൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ അനാലിസിസ്, അതുപോലെ തന്നെ ബ്രിട്ടനും അതിൻ്റെ സറൗണ്ടിങ് ഏരിയാസും തമ്മിലുള്ള ഏരിയാസിൻ്റെയും ഒരു റീജിയണൽ ഇൻ്റർപ്രിട്ടേഷനും ഒക്കെ നമുക്ക് ഈ പുസ്തകങ്ങളിൽ നിന്നും അറിയാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. അപ്പം മെക്കിൻഡർ എന്ന് പറയുമ്പം പൊതുവേ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നൊരു തിയറിയാണ് ഹേർട്ട്ലാൻഡ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 1904 ദ ജോഗ്രഫിക്കൽ പൈവറ്റ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ, റോയൽ ജോഗ്രഫിക് ജേർണലിലാണ് ഇത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഈ പുസ്തകത്തിലാണ് അദ്ദേഹം തൻ്റെ ഹേർട്ട്ലാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പൈവറ്റ് ഓഫ് ഹിസ്റ്ററി, ജോഗ്രഫിക്കൽ പൈവറ്റ് ഓഫ് ഹിസ്റ്ററി എന്ന പേരിലാണ് ഇത് തുടക്കകാലത്ത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കോർ ആയിട്ടുള്ള, അപ്പം ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പൊളിറ്റിക്കൽ ജോഗ്രഫിയുടെ ഭാഗങ്ങളിലൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു തിയറി പഠിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അതിൻ്റെ കോർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഞാനിവിടെ പറഞ്ഞു പോവുകയാണ്. ഹേർട്ട്ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ യൂറേഷ്യയുടെ, അതായത് എസ്പെഷ്യലി റഷ്യയുടെ ഭാഗങ്ങളാണ്. അപ്പം ഈ ഭാഗങ്ങൾ വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആണ് എന്നും അത് ഗ്ലോബൽ പവറിനെ നിർണ്ണയിക്കാൻ മാത്രം കേപ്പബിൾ ആണ് എന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതിനാണ് അദ്ദേഹം ഹേർട്ട്ലാൻഡ് എന്നൊരു നെയിം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കോളൂ. ഹേർട്ട്ലാൻഡ് എന്ന് പറയുന്നത്, അതായത് പൈവറ്റ് ഏരിയ, അല്ലെങ്കിൽ ഇതിനെയാണ് അദ്ദേഹം ഹേർട്ട്ലാൻഡ് എന്ന് വിളിക്കുന്നത്. ഇത് റഷ്യയുടെ, പ്രധാനമായിട്ടും റഷ്യയുടെ ഭാഗങ്ങളാണ്. ഈ ഭാഗങ്ങൾ വേൾഡിനെ മുഴുവനായിട്ടും റൂൾ ചെയ്യുന്നതിന് ഉള്ള പവർ ഈ ഭാഗത്തിനുണ്ട് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഓക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കോർ കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹു കമാൻഡ്സ് ഈസ്റ്റേൺ യൂറോപ്പ് കമാൻഡ്സ് ദ ഹേർട്ട്ലാൻഡ് എന്നുള്ളതാണ്.
ഹു കമാൻഡ്സ് ദ ഹേർട്ട്ലാൻഡ് കമാൻഡ്സ് ദ വേൾഡ് ഐലൻഡ്. അതായത് വേൾഡ് ഐലൻഡ് എന്ന് പറയുമ്പം യൂറോപ്പ്, ഏഷ്യ ആൻഡ് ആഫ്രിക്ക, ദെൻ അൾട്ടിമേറ്റ്ലി ദ വേൾഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആരാണോ ഈസ്റ്റേൺ യൂറോപ്പ് ഭരണം നടത്തുന്നത് അവർ ഹേർട്ട്ലാൻഡിന് ഭരണം നടത്തുമെന്നും, ഹേർട്ട്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയുടെ ഭാഗങ്ങളാണ്. ആ റഷ്യയുടെ ഭാഗങ്ങൾ പിന്നീട് ലോകത്തെ തന്നെ വേൾഡ് ഐലൻഡ് എന്ന് പറയുമ്പം യൂറോപ്പും ഏഷ്യയും ആഫ്രിക്കയും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ, ആ ഭാഗങ്ങളിനെ കമാൻഡ് ചെയ്യുമെന്നും ആ ഭാഗങ്ങൾ പിന്നീട് ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നതിനുള്ളൊരു ശക്തിയായിട്ട് മാറും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഹേർട്ട്ലാൻഡ് തിയറിയിലൂടെ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഹേർട്ട്ലാൻഡിന് ചുറ്റിക്കിടക്കുന്ന ഭാഗത്തെ ഇന്നർ ഓർ മാർജിനൽ ക്രസൻറ്റ് എന്ന പേരിലും, ദെൻ അതിന് ഏറ്റവും ഇന്നർ ക്രസൻറ്റിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഭാഗത്തെ ഔട്ടർ ക്രസൻറ്റ് എന്നുമാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പം ദെൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകത്തിന് ശേഷം 1919 ഡെമോക്രാറ്റിക് ഐഡിയൽസ് ആൻഡ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു പുസ്തകം കൂടി ഇദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം വേൾഡ് വാർ 1 കഴിയുന്നതോടുകൂടി ജർമ്മനി ഈ റഷ്യ ഡൊമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാക്ടറായിട്ട് പലപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഇപ്പോഴും മെക്കിൻഡറിൻ്റെ തിയറിക്ക് പ്രാക്ടിക്കൽ റിലവൻസ് ആൻഡ് പോപ്പുലാരിറ്റി ഉണ്ട് എന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു പുസ്തകത്തിലാണ് ഡെമോക്രാറ്റിക് ഐഡിയൽസ് ആൻഡ് റിയാലിറ്റി എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അദ്ദേഹം വേൾഡ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് ഞാൻ വീണ്ടും പറയുന്നു, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു തിയറി പഠിക്കും. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ജോഗ്രഫറാണ് ഹ്യൂജ് റോബർട്ട് മിൽ എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ജോഗ്രഫറാണ്. ഡാർവിൻ്റെ എൻവയോൺമെൻ്റലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും അതുപോലെ തന്നെ ഓട്ടോ ഷെൽട്ടേഴ്സിൻ്റെ മോർഫോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് റോബർട്ട് മില്ല്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ പല പ്രധാനപ്പെട്ട വർക്കുകളും വരുന്നത്. ഓക്കെ, ദെൻ ഹിസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിസിയോഗ്രാഫി വാസ് ഹോളിസ്റ്റിക് എന്നാണ് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ബോത്ത് ഫിസിക്കൽ ജോഗ്രഫി ആൻഡ് ദ ജോഗ്രഫി ഓഫ് മാൻ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിസിയോഗ്രാഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഫിസിക്കൽ ജോഗ്രഫിയും ജോഗ്രഫി ഓഫ് മാൻ എന്ന് പറയുന്ന 2 കോൺസെപ്റ്റുകൾ അതിനകത്ത് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഹി ബിലീവ്ഡ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഫോം ദ ഫൗണ്ടേഷൻ upon which human socio-economic pattern develops എന്നാണ് പറയുന്നത്. അപ്പം ഫിസിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഒരു പ്രദേശത്തിൻ്റെ സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള പാറ്റേൺസ് ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമാകുന്നത് എന്നൊരു അഭിപ്രായവും ഹ്യൂജ് റോബർട്ട് മില്ലിന് ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഹിസ് വ്യൂ വാസ് കമ്പയറബിൾ ടു ദ റിച്ച്ടോഫൻ സിസ്റ്റം. ഓക്കെ, അപ്പം റിച്ച്ടോഫൻ്റെ സിസ്റ്റവുമായിട്ട് വളരെയധികം സാമ്യതയുള്ള സിസ്റ്റംസ് ആണ് ഇദ്ദേഹത്തിൻ്റെത്. സ്പേഷ്യൽ ഫിനോമിനാർ ലെയേർഡ് ലൈക്ക് എ പിരമിഡ് എന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹത്തിനുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഫിസിക്കൽ സ്ട്രക്ചറിൻ്റെ ബേസ് അതായത് ഫിസിക്കൽ സ്ട്രക്ചേഴ്സ് ആണ് എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്ന ഒരു അഭിപ്രായമാണ് ഇദ്ദേഹം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദ ടോപ്പ് റിഫ്ലെക്ട്സ് ഹ്യൂമൻ സോഷ്യോ എക്കണോമിക് ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഫിസിക്കൽ സ്ട്രക്ചറിൻ്റെ മുകളിലാണ് ഹ്യൂമൻ സോഷ്യോ ആൻഡ് എക്കണോമിക് ഫീച്ചേഴ്സ് വരുന്നത് എന്നുള്ളൊരു അഭിപ്രായവും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് മില്ല് പ്രധാനമായിട്ടും വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ വളരെ നന്നായിട്ട് പഠിച്ചിരുന്നു. ആൻഡ് 1891 ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട പുസ്തകം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. റിയലം ഓഫ് നേച്ചർ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിച്ചത് ഡൈനാമിക്സ് ഓഫ് വാട്ടർ ആണ്. ഓക്കെ, ഇമ്പോർട്ടൻസ് ആൻഡ് ഡൈനാമിക്സ് ഓഫ് വാട്ടർ ആണ് റിയലം ഓഫ് നേച്ചർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യത്തെ നമ്മൾ ജോഗ്രഫിക്കൽ തോട്ടിൻ്റെ ആദ്യത്തെ ക്ലാസ് തുടങ്ങിയത് മുതലുള്ള എല്ലാ വീഡിയോസ് കാണുമ്പോഴും നമ്മൾ പ്രധാനപ്പെട്ട ജോഗ്രഫേഴ്സ് അവരുടെ പുസ്തകങ്ങൾ അത് പബ്ലിഷ് ചെയ്ത ഇയർ ജസ്റ്റ് ഒരു 1 ലൈനിൽ അതിലെന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. മില്ലിൻ്റെ പുസ്തകമാണ് 1891 പബ്ലിഷ് ചെയ്ത റിയലം ഓഫ് നേച്ചർ. അതിനകത്തുള്ളത് ഇമ്പോർട്ടൻസ് ആൻഡ് ഡൈനാമിക്സ് ഓഫ് വാട്ടർ ആണ് എന്ന തരത്തിൽ നമ്മൾ അതിനെ നോട്ട് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ കാർട്ടോഗ്രാഫിയുടെ മേഖലകളിലും വളരെയധികം കുറേ കാര്യങ്ങൾ ഇദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഹി പ്രിപ്പയർഡ് റൈൻഫോൾ മാപ്സ് യൂസിങ് 50 years ഓഫ് ആവറേജ് റൈൻഫോൾ ഡാറ്റ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ലോങ് ടേം ആയിട്ടുള്ള ക്ലൈമറ്റ് പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 50 years ഓഫ് റൈൻഫോൾ ഡാറ്റ എടുക്കുകയും അതിൻ്റെ ആവറേജ് എടുത്തുകൊണ്ട് റൈൻഫോൾ മാപ്പ് അദ്ദേഹം പ്രിപ്പയർ ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നു.
അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ ലാൻഡ് യൂസ് മാപ്പിങ്ങിനും അദ്ദേഹം വളരെ വലിയ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മില്ലിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ജോഗ്രഫറാണ് സർ പാട്രിക് ഗഡ്ഡീസ് എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം ഒരു സ്കോട്ടിഷ് ജോഗ്രഫറാണ്, അർബൻ പ്ലാനറാണ്. റീജിയണൽ അർബൻ സ്റ്റഡീസിനാണ് ഇദ്ദേഹം പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം വിഡൽ ഡി ലാ ബ്ലാഷും ഫെഡറിക് ലേപ്ലെ എന്ന് പറയുന്ന 2 ജോഗ്രഫേഴ്സാണ് പാട്രിക് ഗഡ്ഡീസിൻ്റെ വർക്കുകളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വിഡൽ ഡി ലാ ബ്ലാഷിൻ്റെ മാൻ എൻവയോൺമെൻറ്റ് ഇൻട്രാക്ഷൻ്റെ ഒരു കോൺസെപ്റ്റും അതുപോലെ തന്നെ ഫെഡറിക് ലേപ്ലെയുടെ ഫാമിലി ലൈഫ് സ്റ്റൈൽസ് ആൻഡ് ഹൗസ് ഹോൾഡ് ബഡ്ജറ്റ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റുമാണ് പാട്രിക് ഗഡ്ഡീസിനെ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഇതിനനുസരിച്ച് ഗഡ്ഡീസ് വിശ്വസിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ഫാമിലി ലൈഫ് ഈസ് ഫണ്ടമെൻ്റലി ഷേപ്ഡ് ബൈ ബോത്ത് ഫാമിലി ലൈഫ് സ്റ്റൈൽ ആൻഡ് എക്കണോമിക് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. അപ്പം ഒരു ഫാമിലിയുടെ ലൈഫ് ഷേപ്പ് ചെയ്യുന്നത് അവരുടെ ലൈഫ് സ്റ്റൈലാണ്. ലൈഫ് സ്റ്റൈലും അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു ബഡ്ജറ്റുമാണ് ഒരു ഫാമിലിയുടെ കൾച്ചറിനെ രൂപീകരിക്കുന്നത്, ഒരു ഫാമിലി ലൈഫിനെ രൂപീകരിക്കുന്നത് എന്ന് ഗഡ്ഡീസ് വിശ്വസിച്ചിരുന്നു. ആൻഡ് സോഷ്യൽ പാറ്റേൺ ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് ആർ റൂട്ടഡ് ഇൻ ദ ഡെയിലി റിയാലിറ്റീസ് ഓഫ് ഹൗസ് ഹോൾഡ് എന്നാണ് പറയുന്നത്. അപ്പം ഓരോ ഹൗസ് ഹോൾഡിലെയും റിയാലിറ്റീസ് എന്താണോ അതാണ് ഒരു സോഷ്യൽ പാറ്റേൺ ആയിട്ടും അർബൻ ഡെവലപ്മെൻ്റ് ആയിട്ടും മാറുന്നത് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടും ഗഡ്ഡീസിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ലേപ്ലെയുടെ ഒരു 3 ടേംസ്, പ്ലേസ്, വർക്ക്, ഫാമിലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. പ്ലേസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ജോഗ്രഫിക്കൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള ഒരു കോൺടെക്സ്റ്റ് ആണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള മനുഷ്യന്മാർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ്, ആ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ അനന്തരഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന ഒരു കൾച്ചറിനെയാണ് അദ്ദേഹം ഫോക്ക് എന്തുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഗഡ്ഡീസ് ഇതിനെ എന്ത് ചെയ്തു, കുറച്ചുകൂടെ ചേഞ്ച് ചെയ്തിട്ട് പ്ലേസ്, വർക്ക്, ഫാമിലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ അദ്ദേഹം ഫോക്ക് ആക്കിയിട്ട് ചേഞ്ച് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഗഡ്ഡീസിൻ്റെ ഈ ഒരു ടേം നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം എന്നുള്ളതാണ്. ദെൻ ആൻഡ്രൂ ജെ ഹെർബർട്ട്സൺ ആണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇദ്ദേഹം ജോഗ്രഫി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ജോഗ്രഫി പ്രൊഫസർ ആയിരുന്നു. ഹിസ് അക്കാഡമിക് വർക്ക് വാസ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ പാട്രിക് ഗഡ്ഡീസ്, പർട്ടിക്കുലർലി ഇൻ ദ ഫീൽഡ് ഓഫ് റീജിയണൽ ജോഗ്രഫി എന്നാണ് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ റീജിയണലൈസേഷൻ്റെ ഭാഗത്ത് റീജിയണൽ ജോഗ്രഫിയിലാണ് ഇദ്ദേഹം ഏറ്റവും നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വൈൽ വർക്കിംഗ് വിത്ത് ഗഡ്ഡീസ്, ഹെർബർട്ട്സൺ ഡെവലപ്ഡ് എ സ്കീം ഫോർ ഡിവൈഡിംഗ് ദ വേൾഡ് ഇൻ ടു 15 നാച്ചുറൽ റീജിയൻസ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഗഡ്ഡീസിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് ഹെർബർട്ട്സൺ വേൾഡിനെ 15 നാച്ചുറൽ റീജിയൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാച്ചുറൽ റീജിയൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഹെർബർട്ട്സൺ ആണ്. ഓക്കെ, 15 നാച്ചുറൽ റീജിയൻസ് ആണ് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഈ 15 എണ്ണവും അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത് 3 പ്രധാനപ്പെട്ട ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ്. അതാണ് സർഫേസ് ഫീച്ചേഴ്സ്, ക്ലൈമറ്റ് ആൻഡ് വെജിറ്റേഷൻ. അപ്പോൾ ഇത് 3ൻ്റെയും ഒരു ഹോമോജിനിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഹെർബർട്ട്സൺ നാച്ചുറൽ റീജിയൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 15 നാച്ചുറൽ റീജിയൻ ആണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ക്രൈറ്റീരിയ ഹോമോജിനിറ്റി ഇൻ സർഫേസ് ഫീച്ചേഴ്സ്, ക്ലൈമറ്റ് ആൻഡ് വെജിറ്റേഷൻ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഹെർബർട്ട്സൻ്റെ അഭിപ്രായത്തിൽ നാച്ചുറൽ റീജിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഓർഗാനിക്കും ആൻഡ് ഓർഗാനിക് ആയിട്ടുള്ള കോമ്പണൻസ് തമ്മിലുള്ള ഒരു ഇൻറ്ററാക്ഷൻ ആണ്. ഓക്കെ, ഓൾ നാച്ചുറൽ റീജിയൻസ് ആർ എസെൻഷ്യലി ഫിസിക്കൽ റീജിയൻസ് ബട്ട് ദേ ഓൾസോ റിഫ്ലക്ട് ഹ്യൂമൻ ഇൻഫ്ലുവൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നാച്ചുറൽ റീജിയൻസ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ റീജിയൻ ആണ്, പക്ഷെ അതിനകത്ത് ചെറുതായിട്ടുള്ള ഹ്യൂമൻ ഇൻഫ്ലുവൻസ് ഉണ്ടാവും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ദെൻ മാൻ എൻവയോൺമെൻറ്റ് റിലേഷൻഷിപ്പിനെയാണ് കൂടുതലായിട്ടും അത് നാച്ചുറൽ റീജിയൻ എന്നുള്ളത് കൊണ്ട് കാണിക്കുന്നത് എന്നുള്ളതാണ് ഹെർബർട്ട്സൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് എച്ച് ജെ ഫ്ലൂവർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ജോഗ്രഫർ. ഇദ്ദേഹം ഒരു ആന്ത്രപ്പോളജിസ്റ്റ് ആയിരുന്നു. മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ പ്രോബ്ലംസ് നമ്മൾ 3 ആസ്പെക്റ്റിലാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഒന്ന് സ്പേസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം. അതായത് ഒരു മനുഷ്യൻ്റെ പ്രശ്നത്തെ 3 ആസ്പെക്റ്റിലാണ്, ഹ്യൂമൻ പ്രോബ്ലംസിനെ നമ്മൾ 3 ആസ്പെക്റ്റിലാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്
സ്പേസിൻ്റെ അടിസ്ഥാനത്തിൽ, രണ്ട് ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ, മൂന്നാമത്തത് ടൈപ്പിൻ്റെ അടിസ്ഥാനത്തിൽ. സ്പേസ് എന്ന് പറയുമ്പോൾ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ്റെ ബേസിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ നമ്മളത് മനസ്സിലാക്കണം, കൾച്ചറൽ ആൻഡ് റേഷ്യൽ ഡൈവേഴ്സിറ്റിയിൽ നമ്മളത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു മൾട്ടി ഡൈമെൻഷണൽ ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവ് അദ്ദേഹത്തിൻ്റെ കോറിഡോർ ഓഫ് ടൈം എന്ന് പറയുന്ന പുസ്തകത്തിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അടുത്തത് PM റോക്സ്ബി. അപ്പോൾ നമ്മൾ കുറേ ജോഗ്രഫേഴ്സിനെ പഠിക്കുന്നുണ്ട്. പല പേരുകളും ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കണമെന്നില്ല, അതിൻ്റെ ഓർഡർ അറിയണമെന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ഇത് ബൈഹാർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ PM റോക്സ്ബി എലാബറേറ്റഡ് ദ കണ്ടൻസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് റീജിയണൽ സ്റ്റഡീസ് ആണ്. റീജിയണൽ സ്റ്റഡി എന്ന് പറയുന്ന ഒരു മേഖലയിൽ ആദ്യത്തെ ഒരു കോൺട്രിബ്യൂഷൻസ് നൽകുന്ന ഒരു വ്യക്തിയാണ് PM റോക്സ്ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹവും നാച്ചുറൽ റീജിയൻസിനെ ഡിമാർക്കേറ്റ് ചെയ്തിരുന്നു. അദ്ദേഹം ഡിമാർക്കേറ്റ് ചെയ്തത് ജിയോളജി, ഡ്രൈനേജ്, കോസ്റ്റ് ലൈൻ, ക്ലൈമറ്റ് ആൻഡ് വെജിറ്റേഷൻ എന്ന് പറയുന്ന ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളതുമാണ്. ആൻഡ് ദ ഹ്യൂമൻ റീജിയൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നാച്ചുറൽ റീജിയൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാത്രമല്ലാതെ ഹ്യൂമൻ റീജിയൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു വ്യക്തിയാണ് റോക്സ്ബി. ഓക്കെ, അപ്പം നാച്ചുറൽ റീജിയൻസ് ഹെർബേർട്സൺ ആണ്, ഹ്യൂമൻ റീജിയൻ എന്ന് പറയുമ്പം റോക്സ്ബി ആണ്. ഇത് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ്. ദെൻ അടുത്തത് പ്രധാനമായിട്ടും വരുന്നത് SW വൂൾറിഡ്ജ് ആണ്. ഇദ്ദേഹം കിങ്സ് കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു വർക്കാണ്, അദ്ദേഹത്തിൻ്റെ വർക്കുകളെല്ലാം തന്നെ ജിയോമോർഫോളജിയെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം മോർഗൻ്റെ കൂടെ ജിയോമോർഫോളജി എന്ന് പറയുന്ന ഒരു പുസ്തകം, വൂൾറിഡ്ജ് ആൻഡ് മോർഗൻ എന്ന് നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ടാവും. ജിയോമോർഫോളജി എന്ന് പറയുന്ന പുസ്തകം ഇവർ രണ്ടാളും കൂടിയാണ് എഴുതിയിട്ടുള്ളത്. ആൻഡ് ഹി ബിലീവ്ഡ് ദാറ്റ് ഫിസിക്കൽ ജോഗ്രഫി ഫോംസ് ദ പ്ലാറ്റ്ഫോം ഫോർ ഹോൾ ഹ്യൂമൻ ലൈഫ് ആൻഡ് ആക്ടിവിറ്റീസ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ജിയോമോർഫോളജിസ്റ്റ് ആയിട്ട് മാറുന്നത്. ഫിസിക്കൽ ജോഗ്രഫിയാണ് എല്ലാ ഹ്യൂമൻ ലൈഫിനും ഹ്യൂമൻ്റെ ആക്ടിവിറ്റീസിനുമുള്ള ഒരു ബേസ് എന്നുള്ള വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജോഗ്രഫിക്കകത്തെ കണ്ടൻസും മെത്തേഡ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1956 ജോഗ്രഫേഴ്സ് ആസ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു വർക്കാണ് സ്പിരിറ്റ് ആൻഡ് പർപ്പസ് ഓഫ് ജോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്പിരിറ്റ് ആൻഡ് പർപ്പസ് ഓഫ് ജോഗ്രഫി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പുസ്തകമാണ്. സ്പിരിറ്റ് ആൻഡ് പർപ്പസ് ഓഫ് ജോഗ്രഫി പല കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും ഈ ഒരു പുസ്തകത്തെക്കുറിച്ച്, ആരാണ് ഇതിൻ്റെ ഓഥർ എന്നുള്ളതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ട് നമ്മൾ. അപ്പം LD സ്റ്റാമ്പാണ് അടുത്ത ജോഗ്രഫർ. അദ്ദേഹം ഒരു പ്രൊഫസർ ആയിരുന്നു. ഇപ്പം റങ്കൂൺ, ലണ്ടൻ തുടങ്ങിയ പ്രധാനപ്പെട്ട പല യൂണിവേഴ്സിറ്റിയിലും പ്രൊഫസറായിട്ട് ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള 13 ബുക്സ് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ചില ബുക്കുകൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ദ ലാൻഡ് ഓഫ് ബ്രിട്ടൻ യൂസ് ആൻഡ് ഇറ്റ്സ് മിസ്യൂസസ് എന്ന് പറയുന്ന പുസ്തകമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പുസ്തകം. കുറേ എക്സാംസിന് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു പുസ്തകമാണ് ദ ലാൻഡ് ഓഫ് ബ്രിട്ടൻ യൂസസ് ആൻഡ് മിസ്യൂസസ് എന്ന് പറയുന്ന ഒരു പുസ്തകം LD സ്റ്റാമ്പിൻ്റെതായിട്ട്. അപ്പം അതായത് ബ്രിട്ടൻ്റെ ലാൻഡ് യൂസ് ലെവൽ, കൺട്രി ലെവൽ സർവേ നടത്തിയ ഒരു വ്യക്തിയാണ് സ്റ്റാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ആൻഡ് ഹീ ബീങ് എ പ്രസിഡന്റ് ഓഫ് ഇന്റർനാഷണൽ ജോഗ്രഫിക്കൽ യൂണിയൻ, അദ്ദേഹം ഒരുപാട് ആക്ടിവിറ്റീസ് ജോഗ്രഫിക്കൽ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നടത്തിയിരുന്നു എന്നും പറയുന്നുണ്ട്. ആൻഡ് റിച്ചാർഡ് ചോർലി, ഹെഗറ്റ് ആൻഡ് ചോർലി, ഈ ഒരു ടേമാണ് നമ്മൾ വൂൾറിഡ്ജ് ആൻഡ് മോർഗൻ എന്ന് പറയുന്നത് പോലെ നമ്മൾ ജോഗ്രഫിക്കൽ ടെക്സ്റ്റുകൾ വായിക്കുന്ന സമയത്ത് വൂൾറിഡ്ജ് ആൻഡ് മോർഗൻ എന്ന് പറയുന്നത് പോലെ നമ്മൾ അറിയാറുള്ള ഒന്നാണ് ചോർലി ആൻഡ് ഹെഗറ്റ് എന്ന് പറയുന്ന വ്യക്തികൾ. അപ്പം ഇവർ രണ്ടുപേരും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സും മാത്തമാറ്റിക്കൽ മെത്തേഡ്സും ജോഗ്രഫിക്കകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തികളാണ്. അപ്പം അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് സ്റ്റഡീസ്, ഒരുപാട് ബുക്സ്, അനാലിസിസും ചോർലി ആൻഡ് ഹെഗറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ചോർലി ഫിസിക്കൽ ജോഗ്രഫിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ളത്. പ്രധാനമായിട്ടും ജിയോമോർഫോളജി, ക്ലൈമറ്റോളജി അങ്ങനെയുള്ള മേഖലകളിലാണ് ഇദ്ദേഹം കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ളത്. ദെൻ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ഫ്രോണ്ടിയേഴ്സ് ഇൻ ജോഗ്രഫിക്കൽ ടീച്ചിങ്, മോഡൽസ് ഇൻ ജോഗ്രഫി, സോഷ്യോ എക്കണോമിക് മോഡൽസ് ഇൻ ജോഗ്രഫി, ഫിസിക്കൽ ആൻഡ് ഇൻഫർമേഷൻ മോഡൽസ് ഇൻ ജോഗ്രഫി, അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് മോഡൽസ് ഇൻ ജോഗ്രഫി. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. ഇതൊക്കെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ജോഗ്രഫിക്കൽ ഡാറ്റ അനാലിസിസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള
റൈറ്റിംഗ്സ് ആണ് ഇദ്ദേഹത്തിൻ്റെതായിട്ട് വരുന്നത്. അടുത്താണ് പീറ്റർ ഹെഗ്ഗറ്റ്, റിച്ചാർഡ് ചോർലി ആൻഡ് ഹെഗ്ഗറ്റ്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്കൽ ടെക്നിക്സിനകത്ത് ജോഗ്രഫിക്കകത്ത് സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്കൽ ടെക്നിക്സിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് തന്ന വ്യക്തികളാണ് പീറ്റർ ഹെഗ്ഗറ്റ്. അപ്പോൾ ഇദ്ദേഹം ഇൻഡിവിജ്വലി എഴുതിയൊരു പുസ്തകമാണ് ലൊക്കേഷണൽ അനാലിസിസ് ഇൻ ഹ്യൂമൻ ജോഗ്രഫി. 1965 ഇത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. 1975 പബ്ലിഷ് ചെയ്യപ്പെട്ടതാണ് ജോഗ്രഫി എ മോഡേൺ സിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്തും ന്യൂമറസ് ആയിട്ടുള്ള മാപ്സും ഡയഗ്രാംസും ഫോട്ടോഗ്രാഫ്സും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അനലറ്റിക്കൽ മെത്തേഡ് ജോഗ്രഫിക്കകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ പുസ്തകങ്ങളിലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് പുസ്തകവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ LD സ്റ്റാമിൻ്റെ പുസ്തകം, ഓക്കെ, അതും നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. പീറ്റർ ഹെഗ്ഗറ്റിൻ്റെ ഈ രണ്ട് പുസ്തകവും അതിൻ്റെ പബ്ലിഷിംഗ് ഇയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ബ്രിട്ടീഷ് ജോഗ്രഫിക്കകത്ത് ഒരുപാട് ഡിസിപ്ലിനറി ട്രെൻഡുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ തന്നെ ഫീൽഡ് റിസർച്ചിനെയും ഇംപീരിക്കൽ അനാലിസിസിനെയും മൾട്ടി ഡിസിപ്ലിനറി ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് വന്ന ഒരു സബ് ഫീൽഡ്സ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക് ജോഗ്രഫിയെ കുറിച്ചാണ്. ഒരു ഇന്റർവാർ പീരീഡിലാണ് എക്കണോമിക് ജോഗ്രഫി വളരെയധികം പ്രീഡോമിനൻ്റ് ആയിട്ട് അവിടെ മാറുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊമിനൻ്റ് ആയിട്ട് മാറുന്നത് ഇന്റർവാർ പീരീഡിലാണ്. ഓക്കെ, ഇന്റർവാർ പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് വേൾഡ് വാറിനും സെക്കൻഡ് വേൾഡ് വാറിനും ഇടയിലുള്ളൊരു കാലഘട്ടമാണ്. ഇപ്പം 1919 മുതൽ ഏകദേശം ഒരു 39 വരെയുള്ളൊരു കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് എക്കണോമിക്കലി വളരെയധികം ഡിപ്രഷനിലേക്ക് പോയ ഒരു കാലഘട്ടമാണ്. UK ഒരു എക്കണോമിക് ഡിപ്രഷൻ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു ഇന്റർവാർ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എക്കണോമിക് ആക്ടിവിറ്റീസിനെ എൻട്രി ചെയ്യുന്നതിനും റിസോഴ്സസിനെ അക്യുമുലേറ്റ് ചെയ്യുന്നതിനും ജോഗ്രഫി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ജോഗ്രഫേഴ്സിൻ്റെ സഹായം വളരെയധികം അനിവാര്യമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എക്കണോമിക് ജോഗ്രഫി എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഈ കാലഘട്ടത്തിൽ ഡെവലപ്പായിട്ട് വരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് വില്യം സ്മിത്ത് എന്ന് പറയുന്ന വ്യക്തി എക്കണോമിക് ജോഗ്രഫി ഓഫ് ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെടുന്നു. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റീജിയണൽ അനാലിസിസും എക്കണോമിക് പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ചും എങ്ങനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും അതുപോലെ തന്നെ എക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൻ്റെയും ബേസിൽ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് എഴുതിയൊരു പുസ്തകമാണ് എക്കണോമിക് ജോഗ്രഫി ഓഫ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. ദെൻ ജോർജ് കൈസ്ലം ഹാൻഡ് ബുക്ക് ഓഫ് കൊമേഴ്ഷ്യൽ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇതിനകത്ത് LD സ്റ്റാമ്പിൻ്റെ പുസ്തകം, പീറ്റർ ഹെഗ്ഗറ്റിൻ്റെ പുസ്തകം, കൈസ്ലം ഹാൻഡ് ബുക്ക് ഓഫ് കൊമേഴ്ഷ്യൽ ജോഗ്രഫി. ഇദ്ദേഹമാണ് ഫാദർ ഓഫ് ജോഗ്രഫി എന്നറിയപ്പെടുന്നത് ജോർജ് കൈസ്ലമാണ്. അപ്പോൾ ഇത് കൊമേഴ്ഷ്യൽ ജോഗ്രഫിയുടെ ഒരു ആദ്യത്തെ ഏർലിയസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ടാണ് ഹാൻഡ് ബുക്ക് ഓഫ് കൊമേഴ്ഷ്യൽ ജോഗ്രഫി അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇദ്ദേഹത്തെ പിൻപറ്റിക്കൊണ്ട് റോബർട്ട് മില്ലിനെ പോലെയുള്ള ആളുകൾ ജനറൽ ജോഗ്രഫി തുടങ്ങിയ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെ ആ ഒരു കാലഘട്ടത്തിലെ എക്കണോമിക്കൽ ഡിപ്രഷനെ മറികടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങളാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ LD സ്റ്റാമ്പിൻ്റെ അദ്ദേഹത്തിൻ്റെ സർവേയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാൻഡ് യൂസ് മാപ്പും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വന്നതാണ് എന്നുള്ളതാണ്. ദെൻ ഹെർബർട്ട്സന്റെ നാച്ചുറൽ റീജിയൻ്റെ വർക്കും 15 നാച്ചുറൽ റീജിയൻസ് ഐഡന്റിഫൈ ചെയ്തതും ഈ എക്കണോമിക് റീജിയൻ അല്ലെങ്കിൽ ഈ ഒരു എക്കണോമിക് ഡിപ്രഷൻ മറികടക്കുന്നതിനുള്ള ഒരു ഘടകമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അടുത്തതായിട്ട് റീജിയണൽ ജോഗ്രഫി. ഇപ്പം ജർമ്മൻ കോൺസെപ്റ്റ് ആയിട്ടുള്ള ലാൻഡ്ഷാഫ്റ്റ്, ദാറ്റ് മീൻ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ഫ്രഞ്ച് കോൺസെപ്റ്റ് ആയിട്ടുള്ള പേ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആരാണ് പുട്ട് ഫോർവേഡ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം. പേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു റീജിയണൽ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ റീജിയണൽ പ്ലാനിങ്ങിനെ വളരെയധികം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പഠനങ്ങൾ നടന്നു എന്നുള്ളതാണ്. അതിൽ പാട്രിക് ഗഡീസ് വളരെ വലിയ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഹെർബർട്ട്സണും അദ്ദേഹം റീജിയണൽ ജോഗ്രഫിയിൽ വളരെയധികം കോൺട്രിബ്യൂഷൻസ് നൽകിയ വ്യക്തിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നാച്ചുറൽ റീജിയൻസ് ഡെവലപ്പ് ചെയ്ത് വന്നത്. ആ നാച്ചുറൽ റീജിയൻസ് സർഫേസ് ഫീച്ചേഴ്സിൻ്റെയും ക്ലൈമറ്റിൻ്റെയും വെജിറ്റേഷൻ്റെയും അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. മരിയൻ ന്യൂബിഗിൻ എന്ന് പറയുന്ന വ്യക്തി ഈ കാലഘട്ടത്തിൽ മാൻ ആൻഡ് ഹെർ കോൺക്വസ്റ്റ് ഓഫ് നേച്ചർ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതുകയുണ്ടായി. അതുപോലെ തന്നെ ജോൺ F. അൻസ്റ്റഡും H.J. ഫ്ലൂറും ഒക്കെ റീജിയണൽ ജോഗ്രഫിയിൽ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകിയ വ്യക്തികളാണ്. അപ്പം ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ടത് LD സ്റ്റാമ്പിൻ്റെ പോലെ പീറ്റർ ഹെഗ്ഗറ്റിനെ പോലെയുള്ള ആളുകളുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. ദെൻ അഗ്രികൾച്ചറൽ ജോഗ്രഫി. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ആണ് അഗ്രികൾച്ചറൽ ജോഗ്രഫിയിൽ വളരെയധികം ഒരു ഫോക്കസിങ് ബ്രിട്ടീഷ് ജോഗ്രഫേഴ്സ് നൽകുന്നത്. പ്രത്യേകിച്ച് LD സ്റ്റാമ്പാണ് ഇതിന് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാൻഡ് യൂസ് സർവേസ് ആൻഡ് മാപ്സ്
പോസ്റ്റ് വാർ അഗ്രികൾച്ചറൽ പോളിസി ഡെവലപ്പ് ചെയ്യുന്നതിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ദസ് മാപ്പ് സെർവ്ഡ് ആസ് എ ഫൗണ്ടേഷൻ ഫോർ ബ്രിട്ടൻസ് നാഷണൽ റീകൺസ്ട്രക്ഷൻ ആഫ്റ്റർ വേൾഡ് വാർ 2 എന്നാണ് പറയുന്നത്. അപ്പോൾ വേൾഡ് വാർ 2 ശേഷം ഒരു രാജ്യത്തിൻ്റെ റീകൺസ്ട്രക്ഷന് തന്നെ സഹായകമാകുന്ന തരത്തിലുള്ള സർവേ ആൻഡ് ലാൻഡ് യൂസ് പ്ലാനിങ് ആയിരുന്നു നമ്മുടെ LD സ്റ്റാമ്പിൻ്റെ ലാൻഡ് യൂസ് പ്ലാനിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് പീരീഡ് മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് അപ്ലൈഡ് അഗ്രികൾച്ചറൽ ജോഗ്രഫി ഇൻ ബ്രിട്ടൻ വിത്ത് ഡയറക്റ്റ് ഇംപ്ലിക്കേഷൻ ഓഫ് പോളിസി മേക്കിംഗ് ആൻഡ് ലാൻഡ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു അഗ്രികൾച്ചറൽ ജോഗ്രഫിക്കകത്ത് LD സ്റ്റാമ്പാണ് പ്രധാനമായിട്ടും കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ലാൻഡ് യൂസ് സർവേസും മാപ്സും ഒരു വേൾഡ് വാറിന് ശേഷം ആ രാജ്യത്തെ പടുത്തുയർത്തുന്നതിന് തന്നെ വളരെയധികം സ്വാധീനിച്ച വർക്കുകളാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള വർക്കുകൾ ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് എത്രമാത്രം അനിവാര്യമാണ് എന്നുള്ളൊരു സൂചനയാണ് ഇപ്പം LD സ്റ്റാമ്പിൻ്റെ വർക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ദെൻ ഹിസ്റ്റോറിക്കൽ ജോഗ്രഫിയാണ്. ഹിസ്റ്റോറിക്കൽ ജോഗ്രഫി പറയുമ്പം മെക്കിൻഡർ ആണ് ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ളത്. അപ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ച് ജോഗ്രഫി എന്ന് പറയുന്നത് നിലവിലുള്ള കറന്റ് ആയിട്ടുള്ള കണ്ടീഷൻസിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്, ഡിസ്ക്രിപ്ഷനാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിനെയൊന്നും മെക്കിൻഡർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് ജോഗ്രഫി എന്ന് പറയുന്നത് ഹൗ പാസ്റ്റ് ജോഗ്രഫീസ് ഇൻഫ്ലുവൻസ് ദ പ്രസൻറ്റ് എന്നുള്ളതാണ്. അപ്പം പാസ്റ്റിലുള്ള കാര്യങ്ങളാണ് പ്രസൻറ്റിലുള്ള കാര്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് മെക്കിൻഡർ. അതുപോലെ തന്നെ മാനും എൻവയോൺമെൻറ്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ എവല്യൂഷനെ കുറിച്ചും ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ HC ഡാർബെ ഒരു പോസിറ്റിവിസ്റ്റ് അപ്രോച്ച് ഇതിനകത്ത് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ യൂസിങ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് ഡോക്യുമെൻറ്റ്സ് ടു റീകൺസ്ട്രക്ട് ഹിസ്റ്റോറിക്കൽ ലാൻഡ്സ്കേപ്സ് എന്നുള്ളതാണ്. അപ്പോൾ HC ഡാർബെ ആണ് ഒരു ഹിസ്റ്റോറിക്കൽ ലാൻഡ്സ്കേപ്പുകളിനെ റീകൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ ആൻഡ് ഡോക്യുമെൻറ്റ്സ് ഉപയോഗിച്ച് തുടങ്ങിയത് എന്നുള്ളതാണ്. ദെൻ അടുത്ത പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് W. കിർക്ക്. അപ്പോൾ അദ്ദേഹം ഹ്യൂമനിസ്റ്റിക് ജോഗ്രഫി എന്ന് പറയുന്ന ഒരു ഹ്യൂമനിസ്റ്റിക് ജോഗ്രഫിക്കകത്തത് ബിഹേവിയറൽ അപ്രോച്ച് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് കിർക്ക് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഹി പെർസീവ്ഡ് വേൾഡ് ഹൗ പീപ്പിൾ അണ്ടർസ്റ്റുഡ് ദെയർ സറൗണ്ടിങ്സ് വാർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ റെക്കോർഡഡ് റിയാലിറ്റി എന്നൊരു കോൺസെപ്റ്റിലാണ് ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അതായത് ഒരു മനുഷ്യൻ അവൻ്റെ ചുറ്റുപാടിനെ അല്ലെങ്കിൽ അവൻ്റെ ലോകത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എഴുതി വയ്ക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ന്യൂമറിക്കൽ ആയിട്ടുള്ള റെക്കോർഡഡ് ആയിട്ടുള്ള റിയാലിറ്റികൾക്ക് അപ്പുറത്തേക്ക് ഓരോ വ്യക്തിയും അവൻ്റെ ചുറ്റുപാട് എന്താണ് എന്ന് അവൻ മനസ്സിലാക്കി വെക്കുന്നുണ്ട്. ഓക്കെ, അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ബിഹേവിയറൽ അപ്രോച്ചിൻ്റെയൊക്കെ ഒരു ഫോളോവറാണ് നമ്മുടെ കിർക്ക് എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അപ്പം ദസ് ഹിസ്റ്റോറിക്കൽ ജോഗ്രഫി ബിക്കം എ സ്റ്റഡി ഓഫ് ചേഞ്ചിങ് പെർസെപ്ഷൻ ഓവർ ടൈം എന്നാണ് പറയുന്നത്. അപ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇപ്പം ചോർലിയും ഹെഗറ്റും ഉൾപ്പെടെയുള്ള ആളുകൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റയെ യൂസ് ചെയ്തുകൊണ്ട് ജോഗ്രഫിയെ അനലൈസ് ചെയ്ത് തുടങ്ങിയപ്പം അവിടെ ഹ്യൂമൺ ഇമോഷൻസിനും അതുപോലെ തന്നെ ഹ്യൂമൻ്റെതായിട്ടുള്ള ചില പ്രത്യേക ഇമോഷൻസിന് പ്രാധാന്യം ഇല്ലാതാവുന്ന ഒരു സാഹചര്യം വരികയാണ്. ഓക്കെ, അപ്പം എല്ലാത്തിനെയും നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് അനലൈസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എനിക്ക് എത്ര വിഷമമുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ എനിക്ക് എത്ര സന്തോഷമുണ്ട് എന്നുള്ളത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പം നമ്മൾ എല്ലാ ഫിനോമിനാസിനെയും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇമോഷൻസ് നഷ്ടപ്പെട്ട് പോകുന്നുണ്ട് ഹ്യൂമൻസിൻ്റെ. അത് ഹ്യൂമൻസിന് മാത്രമുള്ളതായിട്ടുള്ളൊരു വികാരമാണ്. അപ്പോൾ അതിനെ കൂടി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ് ഹ്യൂമനിസ്റ്റിക് ജോഗ്രഫി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതിനകത്ത് വരുന്ന ഒന്നാണ് ബിഹേവിയറലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അതിലെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂട്ടറാണ് കിർക്ക് എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, ദെൻ അതുപോലെ തന്നെ EW ഗിൽബർട്ട്, EGR ടൈലർ തുടങ്ങിയ വ്യക്തികളുമൊക്കെ തന്നെ ഹിസ്റ്റോറിക്കൽ ജോഗ്രഫിക്കകത്ത് വളരെയധികം കോൺട്രിബ്യൂഷൻസ് നൽകിയ വ്യക്തികളാണ് എന്നുള്ളതാണ്. ഇനി അടുത്തത് സെറ്റിൽമെൻറ്റ് ജോഗ്രഫിയാണ്. അപ്പോൾ ബ്രിട്ടീഷ് ജോഗ്രഫിക്കകത്ത് സെറ്റിൽമെൻറ്റ് ജോഗ്രഫി എന്ന് പറയുമ്പം റൂറൽ സെറ്റിൽമെൻറ്റ്സിനാണ് കുറച്ചുകൂടെ പ്രാധാന്യം കിട്ടുന്നത്. ഓക്കെ, അപ്പം പ്രധാനപ്പെട്ട എല്ലാ സ്റ്റഡീസും റൂറൽ സെറ്റിൽമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അർബൻ സ്റ്റഡീസ് അല്ലെങ്കിൽ അർബൻ മോർഫോളജിയൊക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ HG ഫ്ലൂവറും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സും കണ്ടക്റ്റഡ് സ്റ്റഡീസ് ഓൺ റൂറൽ സെറ്റിൽമെൻറ്റ്സ്.
റൂറൽ സെറ്റിൽമെൻറ്റിനെ കുറിച്ച് ധാരാളമായിട്ടുള്ള പഠനങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട്. ദെൻ അവിടുത്തെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്, കൾച്ചറൽ പ്രാക്ടീസ്, എക്കണോമിക് അഡാപ്റ്റേഷൻസ് ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള റൂറൽ സെറ്റിൽമെൻറ്റ് സ്റ്റഡീസ് അവർ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ദ സ്പേഷ്യൽ സ്ട്രക്ചർ ഓഫ് സിറ്റീസ് റിസീവ്ഡ് റിലേറ്റീവ്ലി ലൈക്ക് അക്കാഡമിക് ഫോക്കസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ സിറ്റീസിൻ്റെ സ്പേഷ്യൽ സ്ട്രക്ചറൊക്കെ തന്നെ ഒരു അക്കാഡമിക് ഫോക്കസിന് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പം നിലവിലുള്ള ട്രെൻഡ് എന്താണ് ബ്രിട്ടീഷ് ജിയോഗ്രഫിയുടെ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓവർ ദ ലാസ്റ്റ് 40 years, British geography has undergone significant transformation in philosophy, approach and scope ആണ്. The key shift has been marked by the quantitative revolution. ഓക്കെ, അപ്പം എന്താ ഈ ഒരു 40 years ഓഫ് ബ്രിട്ടീഷ് ജിയോഗ്രഫിയുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ട്രാൻസ്ഫോർമേഷന് ബ്രിട്ടീഷ് ജിയോഗ്രഫി വിധേയമായിട്ടുണ്ട്. ഇപ്പം അവരുടെ ഐഡിയോളജിയിൽ അല്ലെങ്കിൽ അപ്രോച്ചുകളിൽ, അവരുടെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിൽ ഇതിലൊക്കെ തന്നെ വളരെയധികം വലിയൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്വാണ്ടിറ്റേറ്റീവ് റെവല്യൂഷൻ. ഓക്കെ, അപ്പം ഈ ക്വാണ്ടിറ്റേറ്റീവ് റെവല്യൂഷനിലൂടെയാണ് ഈ മാത്തമാറ്റിക്കൽ മോഡലിംഗ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ, സയൻറ്റിഫിക് ഒബ്ജക്റ്റിവിറ്റി തുടങ്ങിയ ടേമുകൾക്കൊക്കെ വളരെയധികം പോപ്പുലാരിറ്റി കിട്ടുന്നത്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് റെവല്യൂഷൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിലാണ് ജോഗ്രഫി എന്ന് പറയുന്നത് ഒരു സ്പേഷ്യൽ സയൻസ് ആണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പം സ്പേഷ്യൽ സയൻസ് എന്ന് പറയുമ്പം ഇപ്പം പാറ്റേൺ റെക്കഗ്നീഷൻ, സ്പേഷ്യൽ അനാലിസിസ്, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ആൻഡ് ഫോർമുലേഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, പീറ്റർ ഹെഗറ്റും റിച്ചാർഡ് ചോർലിയുമാണ് ഇത്തരത്തിൽ ഈ സ്പേഷ്യൽ ആയിട്ടുള്ള അനാലിസിസിനെയൊക്കെ ഫോക്കസ് ചെയ്ത വ്യക്തികൾ, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സിനെ ഒരു ഹ്യൂമൻ ആൻഡ് സോഷ്യൽ ജോഗ്രഫിക്കകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ഹെഗറ്റും ചോർലിയും ഒക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ഹ്യൂമൻ ജോഗ്രഫി, ലൊക്കേഷണൽ അനാലിസിസ് ഇൻ ഹ്യൂമൻ ജോഗ്രഫി, ഫ്രോണ്ടിയേഴ്സ് ഇൻ ജോഗ്രഫിക്കൽ ടീച്ചിങ് തുടങ്ങിയ പുസ്തകങ്ങൾ. ഈ പുസ്തകങ്ങളിലൂടെ പ്രധാനമായിട്ടും ജോഗ്രഫിക്കൽ മോഡലിങ്ങും ലൊക്കേഷൻ ആൻഡ് സ്പേഷ്യൽ അനാലിസിസും തിയറി ബേസ്ഡ് ആയിട്ട് എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളുമൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സിൻ്റെ സഹായത്തോടു കൂടി ഒരു റിയൽ വേൾഡിലുള്ള സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള പ്രോബ്ലംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ബ്രിട്ടീഷ് ജോഗ്രഫേഴ്സ് ശ്രമിച്ചിരുന്നു. ഓക്കെ, അപ്പം ബാക്കിയുള്ള ജോഗ്രഫേഴ്സിനെ അപേക്ഷിച്ച് ഇവർ വ്യത്യസ്തമാകുന്നതും ഇങ്ങനെ തന്നെയാണ്. ഒരു തിയററ്റിക്കലി അല്ലാതെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് റിയൽ വേൾഡിൽ നമ്മൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള പല സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഇന്റർ റീജിയണൽ ആൻഡ് ഇൻട്രാ റീജിയണൽ ഇനീക്വാലിറ്റീസ്, എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ, എക്കോളജിക്കൽ ക്രൈസിസ്, ഇപ്പം പബ്ലിക് വെൽഫെയർ സിസ്റ്റത്തിനകത്ത് ഉണ്ടാകുന്ന ഇൻഎഫിഷ്യൻസീസ്, ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പീറ്റർ ഹെഗറ്റിൻ്റെയും ചോർലിയുടെയും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്സിന് വളരെയധികം സഹായകരമായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത് കാലക്രമേണ റീജിയണൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിനെ, ഒരു നേഷൻ്റെ തന്നെ ഡെവലപ്മെൻറ്റിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഈ ഒരു ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നതാണ്. ആൻഡ് ഈ ഒരു കാലഘട്ടത്തിൽ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റും നമുക്ക് ഈ ബ്രിട്ടീഷ് ജിയോഗ്രഫിക്കകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പോസിറ്റിവിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, പ്രാഗ്മാറ്റിസം, റിയലിസം, അതുപോലെ തന്നെ റാഡിക്കലിസം, എക്സിസ്റ്റൻഷ്യലിസം, ഹ്യൂമനിസം, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കോൺസെപ്റ്റുകളും ഈ ഒരു ബ്രിട്ടീഷ് ജിയോഗ്രഫിക്കകത്ത് മാറി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡിറ്റർമിനിസ്റ്റിക് കോൺസെപ്റ്റിൽ മാത്രമല്ലാതെ പോസിറ്റിവിസം മുതൽ ഹ്യൂമനിസം വരെയുള്ള എല്ലാ കാഴ്ചപ്പാടുകളും അഡോപ്റ്റ് ചെയ്യുകയും അതിനകത്ത് ധാരാളമായിട്ടുള്ള വർക്കുകൾ നടത്തുകയും ചെയ്ത ഒരു ജോഗ്രഫിക്കൽ തോട്ടാണ് ബ്രിട്ടീഷ് ജോഗ്രഫിക്കൽ തോട്ട്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിൻ്റെ ഓരോ ഐഡിയോളജിയെക്കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു എന്താണ് പോസിറ്റിവിസം, എന്താണ് പ്രാഗ്മാറ്റിസം, എന്താണ് റിയലിസം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാതെ ജസ്റ്റ് ഇതിൻ്റെ ഓവറോൾ ആയിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഫിലോസഫിക്കൽ ആൻഡ് മെത്തഡോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ബ്രിട്ടീഷ് ജിയോഗ്രഫിക്കകത്ത് ഫിസിക്കൽ ജിയോഗ്രഫി, റീജിയണൽ ജിയോഗ്രഫി, ഹിസ്റ്റോറിക്കൽ ജിയോഗ്രഫി, എക്കണോമിക് ജിയോഗ്രഫി, ട്രാൻസ്പോർട്ടേഷൻ ജിയോഗ്രഫി, അഗ്രികൾച്ചറൽ ജിയോഗ്രഫി ആൻഡ് പൊളിറ്റിക്കൽ ജിയോഗ്രഫി തുടങ്ങിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചസിൻ്റെ ഡെവലപ്മെൻറ്റിന് തന്നെ കാരണമായി എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ബ്രിട്ടീഷ് ജിയോഗ്രഫിയെക്കുറിച്ചാണ്. ഒരു 19 to 20 നൂറ്റാണ്ടിലാണ് ബ്രിട്ടീഷ് ജിയോഗ്രഫി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. മേരി സാമർവില്ലിൻ്റെയും
ജോഗ്രഫിയുടെയും അതുപോലെ തന്നെ ഫ്രാൻസിസ് ഗാൾട്ടൻ്റെയും കോൺട്രിബ്യൂഷനോടുകൂടി പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിക്ക് അകത്ത് തന്നെ പ്രൊഫസേഴ്സ് ടീച്ചേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് ആദ്യമായിട്ട് അങ്ങനെ വന്നൊരു വ്യക്തിയാണ് മെക്കിൻഡർ. ദെൻ പ്രധാനപ്പെട്ട കുറേ ആളുകളെ നമ്മൾ പഠിച്ചു. പിന്നെ ബ്രിട്ടീഷ് ജോഗ്രഫേഴ്സിൻ്റെ പ്രത്യേകത, ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റികൾക്കകത്ത് ജോഗ്രഫിയുടെ സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ടീച്ചേഴ്സ് അപ്പോയിൻറ്റ് ചെയ്തതോടുകൂടി ബ്രിട്ടീഷ് ജോഗ്രഫിയുടെ ഒരു മുഖം തന്നെ മാറി എന്നാണ് പറയുന്നത്. എൻവയോൺമെൻറ്റൽ ഡിറ്റർമിനിസം, പോസിബിളിസം എന്നീ കാഴ്ചപ്പാടുകൾക്കപ്പുറത്തേക്ക് പോസിറ്റിവിസം, റിയലിസം, ഹ്യൂമനിസം തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഹ്യൂമൻ ബേസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ കൂടി ഇവോൾവ് ചെയ്ത് വന്നൊരു മേഖലയാണ് ബ്രിട്ടീഷ് ജോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് റെവല്യൂഷനെ വളരെയധികം അഡോപ്റ്റ് ചെയ്യുകയും പല ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സും റിയൽ വേൾഡിൻ്റെ പല പ്രശ്നങ്ങളെയും അനലൈസ് ചെയ്യുന്നതിനും അതിനെ സോൾവ് ചെയ്യുന്നതിനും വേണ്ടി ഉപയോഗിച്ച ഒരു സ്കൂൾ ഓഫ് തോട്ട് കൂടിയാണ് ബ്രിട്ടീഷ് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത്. സോ ചുരുക്കത്തിൽ ഇവരുടെ ജോഗ്രഫിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിരുന്നു, വളരെ സിസ്റ്റമാറ്റിക് ആയിരുന്നു, ദെൻ അപ്ലൈഡ് ആയിരുന്നു. പ്രധാനമായിട്ടും റീജിയണൽ ആൻഡ് പൊളിറ്റിക്കൽ ജോഗ്രഫിയിലാണ്, ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റിലുമാണ് ബ്രിട്ടീഷ് ജോഗ്രഫേഴ്സ് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.